സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കുന്നത്. ഇക്കണോമിക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടേഴ്സ് സബ്മിഷൻ ഈസ് ഈക്വൽ ടു. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഫാക്ടേഴ്സിൻ്റെ ഇലാസ്റ്റിസിറ്റി ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 0, ഇൻഫിനിറ്റി, 1 ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇലാസ്റ്റിസിറ്റി 0യേക്കാൾ താഴെയോ ലെസ് ദാൻ 0യോ ഗ്രേറ്റർ ദാൻ 1ഓ ആകാം. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എന്താണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളത് നോക്കാം. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി നടത്തുന്നതിന് വേണ്ടി ക്യാപിറ്റലും ലേബറുമാണ് മെയിനായിട്ട് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു ക്യാപിറ്റലിനെ ലേബറിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന സമയത്ത് സെയിം ഔട്ട്പുട്ട് നിലനിർത്തിക്കൊണ്ട് എങ്ങനെ നമുക്കതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന സമയത്തുള്ള ഇലാസ്റ്റിസിറ്റിനെയാണ് നമുക്കിവിടെ അറിയേണ്ടത്. അപ്പം നമുക്ക് Q ഈക്വൽ ടു A ഇൻറ്റു ആൽഫ L റൈസ് ടു ആൽഫ ഇൻറ്റു K റൈസ് ടു ബീറ്റ എന്നാണ് എഴുതുന്നത്. K ആൻഡ് L എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ആണ്, അതായത് ക്യാപിറ്റലും ലേബറുമാണ്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ ഇലാസ്റ്റിസിറ്റീനെ ആയിരിക്കും കാണിക്കുന്നത്. എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടേം ആണ്. ഓക്കെ, ദ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഇലാസ്റ്റിസിറ്റീനെ നമ്മളെപ്പോഴും സിഗ്മ വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നുണ്ടാവുക. How easily one input can be substituted for another while maintaining the same level of output. സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് നിലനിർത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്യാപിറ്റൽ വെച്ച് നമ്മൾ നടത്തി, ഇപ്പം നമ്മളൊരു ക്ലോത്ത് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു കമ്പനിയാണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ടാണ് അവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത് എങ്കിൽ നമുക്കവിടെ ലേബറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സെയിം ലെവൽ ഔട്ട്പുട്ട് തന്നെ വരണം എങ്കിൽ നമ്മൾ അവിടെ ഒരു നമ്മുടെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ദ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ഇറ്റ് ഓൾവേസ് ഈക്വൽ ടു 1. അതായത് ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, അത് രണ്ട് ഫാക്ടേഴ്സ് തമ്മിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാലും അതിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് C ആണ്, ഓപ്ഷൻ C 1 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എപ്പോഴും അസ്യൂം ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷനേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഇൻപുട്സ് ആണ്. ഇൻപുട്സ് തമ്മിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാലും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇലാസ്റ്റിസിറ്റി, ഇപ്പം നമ്മൾ ക്യാപിറ്റൽ 2 ലേബർ ഉപയോഗിച്ചുകൊണ്ടിരുന്നിടത്ത് ഒരു ലേബറും ഒരു ക്യാപിറ്റലുമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിൽ പോലും അവിടെ ഇലാസ്റ്റിസിറ്റി 1 ആയിരിക്കും. അതുപോലെ തന്നെ ഔട്ട്പുട്ടും സെയിം ആയിരിക്കും. ഇത്തരത്തിലുള്ള സിറ്റുവേഷനെയാണ് നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 1 ആണ് വരുന്നത്. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്മിഷൻ ഈസ് ഈക്വൽ ടു 1. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അത് എന്താണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും അതിൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ ഇതിനെ നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നതും എന്ന് നമ്മൾ കണ്ടു. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച്, അതായത് ഇൻഫ്ലേഷൻ്റെ സമയത്ത് നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ആണ് നമുക്ക് അവിടെ അറിയേണ്ടത്. മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്രീസ്ഡ്, മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് അറ്റ് ഇറ്റ്സ് മാക്സിമം, മാർജിനൽ പ്രൊഡക്റ്റ് ബിക്കം 0. ഈ 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇതിലേതാണ് കറക്റ്റ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ദ പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ ഓൺ ദ ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് ഈസ് വേർ ദ സ്ലോപ്പ് ഓഫ് ദ TP കർവ് ചേഞ്ചസ് ഫ്രം ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് ടു ഡിക്രീസിങ് അറ്റ് ആൻ ഡിക്രീസിങ് റേറ്റ്. അപ്പം നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻക്രീസിങ് റേറ്റിലായിരിക്കും വരുന്നത്. ഫസ്റ്റ് അത് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റിൽ വരുന്നു, അതിനുശേഷം ഇൻക്രീസിങ് അറ്റ് ആൻ ഡിക്രീസിങ് റേറ്റിൽ വരുന്നു. ഓക്കെ, ആ ഒരു സമയത്ത് നമ്മുടെ TP കർവ് എന്ന് പറയുന്നത് മാക്സിമത്തിലായിരിക്കും റീച്ച് ചെയ്യുന്നത്. TP കർവിൻ്റെ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ MB കർവ് ഈക്വൽ ടു TP കർവ് ആയിരിക്കും. MB ഈക്വൽ ടു TP ആയിരിക്കും ഈ ഒരു മാക്സിമത്തിൽ എത്തുന്ന സമയത്ത്. ഓക്കെ, അറ്റ് ദ പോയിന്റ് ദ മാർജിനൽ പ്രൊഡക്റ്റ് MP
മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്ന പ്രൊഡക്ഷനാണ്. വിച്ച് ദ സ്ലോപ്പ് ഓഫ് ടി പി കർവ് റീച്ചസ് ദ മാക്സിമം. ഓക്കെ, ബിയോണ്ട് ദ പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എം ബി സ്റ്റാർട്ട്സ് ടു ഡിക്ലൈൻ. നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഡ്യൂ ടു ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ്. എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺ എന്നുള്ള ലോയുടെ ബേസിസിലാണ് ആ ഒരു ഡിക്ലൈൻ അവിടെ നടക്കുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച്, അത് പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ്റെ സമയത്ത് നമ്മുടെ ആ ഒരു മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാക്സിമത്തിലായിരിക്കും. അപ്പം നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കും, മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് അറ്റ് ഇറ്റ്സ് മാക്സിമം ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ടു ഗുഡ്സ് വെയർ പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റ്സ് ദെയർ ഇൻഡിഫറൻസ് കർവ് വുഡ് ബി. അതായത് രണ്ട് ഗുഡ്സ് ഉണ്ട്, അത് കോംപ്ലിമെൻറ്റ് ഗുഡ്സ് ആണ്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിന് പകരം ഒന്ന് ഉപയോഗിക്കുന്നതല്ല, രണ്ടും ഈക്വലി മ്യൂച്വലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് കാറ്, പെട്രോള്, ബ്രെഡ് ആൻഡ് ബട്ടർ, ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇൻഡിഫറൻസ് കർവ് എങ്ങനെയാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓപ്ഷൻസ് റൈറ്റ് ആംഗിൾ, പാരാബോളിക് ഷേപ്പ്, സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്ന റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ഇതിൽ ഏത് ഷേപ്പിലായിരിക്കും ഇൻഡിഫറൻസ് കർവ് വരുന്നുണ്ടാവുക? ഏത് പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റ് ഗുഡ്സിൻ്റെ. ഓക്കെ, ഇഫ് ടു ഗുഡ്സ് വെയർ പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റ്സ് ദേ ആർ കൺസ്യൂംഡ് ടുഗെദർ ഇൻ ഫിക്സഡ് പ്രൊപ്പോർഷൻ. രണ്ട് ഗുഡ്സ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ നമ്മളിപ്പോൾ രണ്ട് ഷൂസ് കൺസിഡർ ചെയ്യാണ്. അതായത് നമുക്ക് ലെഫ്റ്റും റൈറ്റും കാലുകളിൽ ഷൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉള്ളൂ. ലെഫ്റ്റ് കാലിൽ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് നമുക്ക് കാര്യമില്ല, റൈറ്റ് കാലിൽ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഈക്വൽ പ്രപ്പോർഷനിൽ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു പെർഫെക്റ്റ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നുള്ളൂ. ഓക്കെ, ദ ഇൻഡിഫറൻസ് കർവ് ഫോർ പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റ്സ് ആർ എൽ ഷേപ്ഡ് ഓർ റൈറ്റ് ആംഗിൾസ്. അപ്പം ഇത്തരത്തിലുള്ള പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റ് ഗുഡ്സിൻ്റെ ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ റൈറ്റ് ആംഗിൾ ആയിരിക്കും വരുന്നത്. റിഫ്ലക്റ്റിംഗ് ദാറ്റ് കൺസ്യൂമർ ഡിറൈവ്സ് നോ അഡീഷണൽ യൂട്ടിലിറ്റി ഫ്രം ഹാവിങ് മോർ ഓഫ് വൺ ഗുഡ്സ് വിത്തൗട്ട് എ പ്രപ്പോർഷനേറ്റ് ഇൻക്രീസിങ് അതർ. അതായത് നമുക്കിപ്പം ഒരു കാറുണ്ട്, ആ ഒരു കാറും പെട്രോളും ഉണ്ട്. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്നും ഒരു യൂട്ടിലിറ്റി നമുക്ക് കിട്ടുന്നുള്ളൂ. നമുക്ക് രണ്ട് കാറുണ്ട്, പെട്രോൾ ഇല്ല, അതിൽ നിന്ന് നമുക്കൊരു ബെനഫിറ്റും കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് രണ്ട് ബോട്ടിൽ പെട്രോൾ ഉണ്ട്, കാറില്ല, അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ബെനഫിറ്റും കിട്ടുന്നില്ല. ഇത്തരത്തിൽ ഈക്വൽ പ്രപ്പോർഷനിൽ മ്യൂച്വലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള കോംപ്ലിമെൻ്ററി ഗുഡ്സിൽ നിന്നും യൂട്ടിലിറ്റി കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഹാവിങ് എക്സ്ട്രാ ലെഫ്റ്റ് ഷൂ വിത്തൗട്ട് ദ കറസ്പോണ്ടിങ് റൈറ്റ് ഷൂസ് ഡസ് നോട്ട് ഇൻക്രീസ് യൂട്ടിലിറ്റി. അതായത് നമുക്ക് എക്സ്ട്രാ ഒരു ലെഫ്റ്റ് കാലിലെ ഒരു ഷൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ എക്സ്ട്രാ യൂട്ടിലിറ്റി കിട്ടില്ല. റൈറ്റ് കാലിലേക്കും കൂടെ എക്സ്ട്രാ ഒരെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതവിടെ യൂസ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ടു ഗുഡ്സ് വെയർ പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റ് ഇസ് ദെയർ ഇൻഡിഫറൻസ് കർവ് വുഡ് ബി റൈറ്റ് ആംഗിൾ. ഓക്കെ.